Hi guys, welcome to our YouTube channel. നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? എവിടെ പോകുന്ന അൻവി പറ. അമ്മീനെ കൊണ്ടാക്കാൻ. അൻവിക്ക് ഇന്ന് സ്കൂളില്ല, ആർക്കും ഇന്ന് പണിയില്ല, സെക്കൻഡ് സാറ്റർഡേ. അപ്പൊ ഇതേ നമ്മൾ ക്ലിനിക്കിലേക്ക് പോവാണ്. അപ്പൊ ഞാൻ വളരെ നേരത്തെ ക്ലിനിക്കിൽ എത്തിയോണ്ട് തന്നെ എൻ്റർ ചെയ്യുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഫസ്റ്റ് പേഷ്യൻറ്റിന് ഇതാ ഷിംനേച്ചിയാണ് അസിസ്റ്റ് ചെയ്യാൻ വന്നത്. ഹായ് പറ ഷിംനേച്ചി. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത പേഷ്യൻറ്റിന് വെയിറ്റ് ചെയ്യാണ്. ആദ്യമൊന്നും വീഡിയോയിൽ പരിചയപ്പെടാത്ത ഒരാൾ ഇത് എത്തിയിട്ടുണ്ട്. ഡിസ്ക് ബൾജ് ആയതുകൊണ്ട് ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത് വന്നിട്ടുള്ളത്. നോക്കി ഇങ്ങോട്ട് അഭിനയിച്ചത് മതി. ഇതാണ് നമ്മളെ വനജേച്ചി. ഹായ് പറ. ഇന്ന് രാവിലെ ഞാൻ ഫുഡ് എടുത്ത് വരാൻ നിൽക്കും. ഇവരെന്നെ വീഡിയോ എടുക്കാൻ വിടുന്നില്ല ഗൈസ്. എല്ലാ രീതിയിലും ചറ പറയാന്ന്. ഒന്നുകിൽ ഫോണെങ്കിലും ബെല്ലടിക്കും. ഗൈസ് എന്റെ വ്ളോഗിനെ പഠിച്ചിട്ട് സീമേച്ചി മാസ്ക് ഇട്ടു. താത്തോ താത്തോ എന്തായാലും താത്തോ ഇത് സീമേച്ചി എഗരി താക്കും താത്തോ പകുതി. അതാ. അപ്പൊ ഇന്ന് രണ്ടാമത്തെ പേഷ്യന്റ് ഓർത്തോ എക്സ്ട്രാക്ഷൻ ആണ്. അപ്പൊ നമ്മളിതേ റെഡിയായി. നമ്മള് എക്സ്ട്രാക്ഷൻ കഴിയുമ്പോഴേക്കും നമ്മൾ അടുത്ത പേഷ്യന്റ് വന്നു. തല തിരിച്ചിട്ടാ കാണുന്ന ഡീബോണ്ടിങ് വന്നു. അപ്പം നമ്മളത് ചെയ്യാൻ പോവുകയാണ്. നമ്മളെ ബിരിയാണി വരുന്നുണ്ട്. ഇതാ ബിരിയാണി തുറന്നു കൊടുക്കട്ടെ. ഇതാ ബിരിയാണിയും പപ്പടവും റെഡി. കമോൺ. അപ്പം നമ്മൾ കഴിക്കാൻ പോവാണ് ഗൈസ്. വീഡിയോയിൽ വരുന്നോണ്ട് അവൾ ഒളിച്ചു വെക്കുന്നു. വാ അർച്ചനേച്ചി വാ കഴിക്കാം. ഇതാണ് നമ്മുടെ ഊട്ടുപുരയിലെ ബിരിയാണി. ഇവിടുത്തെ ബിരിയാണി എന്താ സ്പെഷ്യൽ എന്നറിയാം? രാക്കേച്ചി എന്താ ഇവിടുത്തെ ബിരിയാണിയുടെ സ്പെഷ്യൽ എന്നറിയാം? ഇതിൽ പൊരിച്ച ചിക്കൻ ഉണ്ടാവും. പൊരിച്ച ചിക്കൻ തന്നെ തോന്നുന്നു ഭഗവാന്. പൊരിച്ച ചിക്കൻ. അയ്യോ മുട്ടയുണ്ട് പറഞ്ഞിട്ട് ഇന്നത്തെ ബിരിയാണിയിൽ മുട്ടയില്ലേ? ഇതാ പുഴുങ്ങിയ മുട്ടയുള്ള ബിരിയാണി. ഈ ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെ ബിരിയാണി കഴിച്ചു നോക്കാം. അതെ അച്ഛനേക്ക് മിണ്ടുന്ന കൂടിയാ വീഡിയോയുടെ ഒച്ചയെങ്കിലും വരുമോ പേടിച്ച്. ബിരിയാണി എങ്ങനെയുണ്ട്? ശരിക്കില്ലത് പറഞ്ഞോ? അർച്ചനേച്ചി പറയേ. അർച്ചനേച്ചിയാണ് ഇപ്പത്തെ പുതുമുഖ നായികരെ കളിയാമ. എന്ത് നാണ ഇത്? നാണം കുണിങ്ങിട്ടതാ. അതിനിടയിൽ ഒരു കുപ്പി കൊണ്ട് വെച്ച് ബിരിയാണിയിലേക്ക് അയച്ച് കഴിഞ്ഞു. അടിപൊളി ബിരിയാണി ആയിരുന്നു. 110 രൂപക്ക് നല്ല ബിരിയാണിയാണ് അല്ലേ ചേച്ചി? അപ്പം ഇതേ നമ്മൾ ബിരിയാണിക്ക് ശേഷം മധുരം കഴിക്കാൻ പോകണം. നാരങ്ങ മിഠായി 2 കളറിലുള്ളത്. ഇതെന്താന്ന് പൈനാപ്പിളാ? അങ്ങനെയൊന്നുമില്ല, മഞ്ഞയും ഓറഞ്ചും നാരങ്ങ മിഠായി. അടുത്ത കേസിന് അസിസ്റ്റ് ചെയ്യാൻ വന്നിട്ടുള്ള വിദ്യേച്ചിയാണ്. മാറി മാറി ആൾക്കാർ വരുന്ന എന്തുകൊണ്ടാ വെച്ചാൽ എനിക്ക് കാലിന് പടം മറിഞ്ഞതാ. പടം മറിഞ്ഞിട്ട് ബാൻഡേജ് ഇട്ടിന്. അപ്പോൾ ഇപ്പുറത്തെ ക്ലിനിക്കിലാണ് ഉള്ളത്. അപ്പോൾ ഇവരിങ്ങനെ എല്ലാവരും മാറി മാറി അസിസ്റ്റ് ചെയ്യാൻ വരും. ഫാർമസിയിൽ രാജാട്ടനുണ്ടാ? അപ്പം ഞാൻ പ്രൊസീജിയറെല്ലാം കഴിയുമ്പോഴത്തേക്ക് വഞ്ചേച്ചി എത്തിയിട്ടുണ്ട്. എല്ലാവരും ഉണ്ട് ഇന്ന്. അബിക്കൊന്നും പറയാനൊന്നുമില്ല. ഉറങ്ങിയിട്ട് എണീറ്റാറ്റാന്ന് തോന്നുന്നു. അപ്പം ഇതേ ഡ്രസ്സൊക്കെ മാറി നമ്മൾ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് ക്ലിനിക്കിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ 6 മണി കഴിഞ്ഞു. അപ്പം നമുക്കിനി പോകുന്ന വഴി കാണാം. ശരിക്കും ഇതാണ് നമ്മുടെ ഡെൻ്റൽ ക്ലിനിക്ക്. കണ്ടില്ലേ? ഡോക്ടർ നമ്പ്യാസ് ഡെൻ്റൽ സെൻറ്റർ. അപ്പോൾ കാല് വയ്യാത്തതുകൊണ്ടാണ് അപ്പുറം ഇരിക്കുന്നത്. ഇതേ പ്രവി കൂട്ടാൻ വന്നിട്ടുണ്ട്. അപ്പം എന്നാൽ ഡ്യൂട്ടി കഴിഞ്ഞ് പോവുകയാണ്. ഭയങ്കര തിരക്കാണ്. അപ്പൊ എന്നെ കൂട്ടാൻ വേണ്ടി ഇതേ അൻവിയും വന്നിട്ടുണ്ട്. സ്കൂളും ഇല്ല, ട്യൂഷനും ഇല്ല, ഒന്നുമില്ല. അല്ല അൻവി? നല്ല ബ്ലോക്കാന്ന് പറഞ്ഞാൽ നല്ല ബ്ലോക്കാണ്. നമ്മൾ ഈ ബ്ലോക്കിൽ പെട്ട് കിടക്കുകയെന്ന് കാണാൻ പറ്റുന്നുണ്ടോ എനിക്കറിയില്ല. കാരണം ഈ ഇന്നോവ മറിഞ്ഞിട്ട് ബ്ലോക്ക് തിരിയുന്നില്ല. അപ്പോൾ ഫുഡൊക്കെ വാങ്ങി നമ്മളിതാ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഓക്കെ ബായ്.